നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. 6 ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കൊടും ചൂടിൽ ജനം വലയുകയാണ്. പാലക്കാട് ജനിച്ച് വളർന്നവർക്ക് ഇവിടെ താങ്ങും, വെളിയിൽ നിന്ന് വരില്ലേ, അവർക്കാണ് താങ്ങാൻ പറ്റാത്തത്. 40,000 43,000 ഞങ്ങൾ താങ്ങുന്നുണ്ട്. ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ പോണ്ട്, 10 പോണ്ട്. പാലക്കാടൊക്കെ 10 പോണ്ട്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കനത്ത ചൂടായതിനാൽ അങ്കണവാടികളിൽ കുട്ടികളെ അയക്കണോ എന്നത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. അംഗൻവാടികൾക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഓർഡറിൽ. കാരണം അംഗൻവാടികൾ എപ്പോഴും നമ്മൾ കുട്ടികളെ വിടുക എന്നുള്ളത് മാതാപിതാക്കളുടെയും കൂടെ ഒരു ചോയ്സ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 24 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപയോഗം 106.035 ദശലക്ഷം യൂണിറ്റാണ്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5600 മെഗാവാട്ടായി. വേനൽ മഴ ലഭിച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. തൃശൂർ കൊടകരയിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അനൂഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. അനൂഷ് കണ്ണു തുറന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. അനൂഷിന്റെ സഹോദരൻ 8 വയസ്സുകാരൻ അൽജോ പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. അൽജോയുടെ വീടിന് സമീപം വീണ്ടും പാമ്പിനെ കണ്ടെത്തി. പാമ്പുകടിയേറ്റ് അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അനൂഷ് ഇന്ന് ഉച്ചയോടെയാണ് കണ്ണു തുറന്നത്. അനൂഷിന് ഇന്നലെ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിരുന്നു. കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനാകില്ല എന്നാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. അതേസമയം അൽജോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്നതു തന്നെയാണ് മരണകാരണമെന്ന് വ്യക്തമായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഇന്നു രാവിലെയാണ് മൃതദേഹം കോടാലിയിലെ വീട്ടിലെത്തിച്ചത്. ഈ സമയത്താണ് വീടിനു സമീപത്ത് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ തന്നെയായിരുന്നു വീണ്ടും കണ്ടത്. നാട്ടുകാർ ചേർന്ന് പാമ്പിനെ തല്ലിക്കൊന്നു. അൽജോയുടെ മൃതദേഹം 3 മണിയോടെ സമീപത്തെ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. 24 തൃശൂർ. തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ തമിഴ്നാടും പശ്ചിമബംഗാളും. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ DMK മുന്നണിയിൽ കല്ലുകടി. കുളച്ചലിലെ യോഗത്തിൽ ഷോൾ അണിയിക്കാനെത്തിയ DMK മന്ത്രി മനോ തങ്കരാജിനെ രാഹുൽ ഗാന്ധി തടഞ്ഞത് വിവാദമായി. MK സ്റ്റാലിനുമായി രാഹുൽ ഗാന്ധി വേദി പങ്കിടാത്തതും ചർച്ചയാവുകയാണ്. TVK അധ്യക്ഷൻ വിജയുടെ വില്ലിവാക്കത്തെ റോഡ് ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും 2 പേർക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ചെന്നൈയിൽ റോഡ് ഷോ നടത്തി. പൊന്നേരിയിലെ റാലിക്ക് ശേഷം 3 മണിക്ക് തീരുമാനിച്ച വില്ലിവാക്കത്തെ പര്യടനത്തിന് വിജയ് എത്തിയത് 4 മണിക്ക് ശേഷം. ഉച്ച മുതൽ ബാരിക്കേഡിനുള്ളിൽ കാത്തുനിന്നവർ വിജയ് എത്തിയതോടെ തള്ളിക്കയറി. ഇതിനിടെയാണ് 2 യുവതികൾ ബോധരഹിതരായത്. 2 പേരും പ്രാഥമിക ചികിത്സ തേടി. കന്യാകുമാരി കൊളച്ചലിലെ വേദിയിലാണ് കോൺഗ്രസ് DMK തർക്കം മറനീക്കി പുറത്തുവന്നത്. DMK മന്ത്രി മനോ തങ്കരാജ് ഷോൾ അണിയിക്കാനെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി നിരസിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി രാഹുൽ ഗാന്ധി വേദി പങ്കിടാത്തത് നേരത്തെ ചർച്ചയായിരുന്നു. TVKയുമായി മുന്നണി ഉണ്ടാക്കാൻ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ നേരത്തെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആറരയോടെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സംയുക്തമായി ചെന്നൈയിൽ റോഡ് ഷോ നടത്തിയത്. എഗ്മോറിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ കൊളത്തൂരിൽ സമാപിച്ചു. രാവിലെ 9:30 ഷോളിംഗനല്ലൂരിൽ നിന്നാണ് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പര്യടനം തുടങ്ങിയത്. വൈകിട്ട് ചെപ്പോക്കിലും അമ്പത്തൂരിലും ഉദയനിധി പ്രചാരണം നടത്തി. 24 ചെന്നൈ.
പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ 152 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക. ഈ മാസം 29-നാണ് ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. സ്ത്രീ വോട്ടർമാരുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ യുവാക്കൾക്കായി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതി. ഇത്തവണയും ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നു മമതാ ബാനർജി. പ്രാദേശിക വികാരം ഉണർത്തിയും കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചും ശക്തമായ പ്രചാരണത്തിലാണ് തൃണമൂൽ കോൺഗ്രസ്. നരേന്ദ്രമോദി മുതലുള്ള ദേശീയ നേതാക്കൾ ഇത്തവണയും BJPക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു. പക്ഷേ നേരിട്ട് മമതാ ബാനർജിയുടെ പേരെടുത്ത് കടന്നാക്രമിക്കാൻ മോദി പൊതുവെ ശ്രമിച്ചില്ല. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. SIR നടപ്പാക്കിയതിനൊപ്പം ബംഗ്ലാദേശി കുടിയേറ്റവും പരമാവധി ചർച്ചയാക്കി. കൊൽക്കത്തയിലെ അലിമുദ്ദീൻ സ്ട്രീറ്റിലെ മുസാഫർ അഹമ്മദ് ഭവൻ CPIMന്റെ ബംഗാളിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ടും അതിന്റെ ഓളമൊന്നും പാർട്ടി ഓഫീസിന് മുന്നിൽ കാണാനേയില്ല. തെരുവിലെങ്ങുമുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ പതാകകൾ. 34 വർഷം ഭരിച്ച പാർട്ടി ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ അപ്രസക്തരായി നിൽക്കുകയാണ്. തലയെടുപ്പുണ്ടായിരുന്ന പഴയ നേതാക്കൾ ഓരോരുത്തരായി വിടവാങ്ങിയത് പാർട്ടിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. വാശിയേറിയ ഒരു പ്രചാരണ കാലത്തിനാണ് പശ്ചിമബംഗാൾ സാക്ഷിയായത്. അതിനൊത്ത നിലയിൽ പോളിംഗ് ശതമാനം ഉയർത്താനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കൊൽക്കത്തയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രം സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നുവെന്ന ആരോപണവുമായി UDF. വെള്ളിമാടുകുന്ന് JDT കോളേജിലെ അതീവ സുരക്ഷാ റൂം തുറന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനെന്ന് നേതാക്കൾ ആരോപിച്ചു. തുറന്നത് പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറി എന്നാണ് ഡെപ്യൂട്ടി കളക്ടറുടെ വിശദീകരണം. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP. കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ JDT ഇസ്ലാം കോളേജിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂം തുറന്നെന്നാണ് UDFന്റെ ആരോപണം. സംഭവത്തിൽ അട്ടിമറി സംശയിക്കുന്നുവെന്ന് നേതാക്കൾ. ഇത് ക്രമക്കേട് നടത്താൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പേരാമ്പ്ര ROനെതിരെ കർശന നടപടി അതേ തൽസ്ഥാനത്ത് മാറ്റണം. ആണ് ഗുരുതരമായ വീഴ്ചയുണ്ടായിരിക്കുന്നത്. ഇതെല്ലാം മാതൃകയാവണം. പേരാമ്പ്രയിൽ സംഭവിച്ചത് മറ്റൊരു സംഭവിക്കാതിരിക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജീവനക്കാർ കയറിയിട്ടുണ്ട്. അവരെന്തിന് കയറി? ആർക്ക് വേണ്ടി കയറി? എന്താണ് അവരുടെ ദൗത്യം? ഇത് കൃത്യമായി ഉത്തരം പറയണം. ഇത് നിസ്സാരമായ കാര്യമല്ല. രാവിലെ 11:30ഓടെയാണ് സ്ട്രോങ് റൂമിന് സമീപത്തെ റൂം തുറന്നത്. റൂം തുറക്കുന്ന കാര്യം റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചിരുന്നുവെന്ന് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ. രാവിലെ 8 മണിക്ക് വിളിച്ച് 9 മണിക്ക് എത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. വന്ന് നോക്കിയപ്പം റൂം ഓപ്പൺ ആണ്. ഇവിടുന്ന് എന്നെ ഉള്ളോട്ട് കയറാൻ സമ്മതിച്ചിട്ടില്ല. എത്തിയ സമയത്ത് ഓൾറെഡി ഇതൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി തുറന്നാൽ മതി എന്നുള്ള സമയത്താണ് ഓടി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. പുറത്ത് നിന്ന് ഞാൻ ഉള്ളിലേക്ക് ആസ് എ കാൻഡിഡേറ്റ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് പെർമിഷൻ എന്തുകൊണ്ട് നിങ്ങൾ റദ്ദാക്കുന്നു എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എന്നോട് ഓക്കെ പോയിക്കോളൂ. പേരാമ്പ്ര മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നത് എന്നാണ് റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ പോസ്റ്റൽ ബാലറ്റുകളോ സൂക്ഷിച്ച മുറിയല്ല തുറന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. 24 കോഴിക്കോട്. തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച PV അൻവർ. കേരളത്തിൽ കോൺഗ്രസുമായുള്ള സഖ്യം TMC അംഗീകരിക്കാത്തതുകൊണ്ടാണ് പുതിയ തീരുമാനമെന്ന് അൻവർ പറഞ്ഞു. പുതിയ സംസ്ഥാന പാർട്ടി മെയ് 15-നുള്ളിൽ രൂപീകരിക്കും. UDFനൊപ്പം തുടരുമെന്നാണ് പ്രഖ്യാപനം. PV അൻവർ അധികാരമോഹിയെന്നും സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയക്കാരനെന്നും തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. ഇന്ന് തൊട്ട് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസും PV അൻവറും ഇനി 2 വഴിക്ക്. കേരളത്തിൽ കോൺഗ്രസുമായി ചേർന്നു പോകുന്നത് TMC ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നില്ല. ഇത് ബംഗാളിൽ തിരിച്ചടിയാകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ കേരളത്തിൽ UDFനൊപ്പം നിൽക്കേണ്ടതുണ്ട്. അതിനാൽ എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ ഇന്ന് ചേർന്ന TMC സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. പുതിയ സംസ്ഥാന പാർട്ടി മെയ് 15-നുള്ളിൽ രൂപീകരിക്കും. UDFനും രാഹുൽ ഗാന്ധിക്കും ഒപ്പം നിൽക്കും. സംസ്ഥാനത്തിന് പരമാവധി പരിഗണന നൽകുന്ന UDFനോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പിണറായിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബേപ്പൂരിൽ തനിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം അനുവദിക്കാതിരുന്നതും നേതാക്കളാരും പ്രചാരണത്തിന് എത്താത്തതും കോൺഗ്രസ് നേതാക്കളുമായി വേദി പങ്കിടാൻ കഴിയില്ല എന്നതുകൊണ്ടാണെന്നും അൻവർ. PV അൻവർ അധികാരമോഹിയാണെന്നും
സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയക്കാരനെന്നും തൃണമൂൽ കോൺഗ്രസ് സെക്രട്ടറി വി ശിവദാസൻ ദാസു. PV അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ്. ഈ അൻവറിന് പൊളിറ്റിക്കൽ ഒരു സ്ഥിരതയില്ല. ഇയാൾ ഇന്ന് പറയുന്നതല്ല നാളെ പറയാം. ഇയാൾ ഒരു അധികാരമൂല്യം. ഇയാൾ ഏത് പാർട്ടിയിലാണ് പോകുന്നത് ആ പാർട്ടി ഫിനിഷാവും. ഇന്ന് കോൺഗ്രസിൽ പോയിട്ട് കോൺഗ്രസ് നാളെ ഫിനിഷാവും. ഇയാൾക്ക് അധികാരം ചെയ്യാതെ ഇയാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതരാരോപണങ്ങൾ തുടരെ ഉന്നയിച്ച് CPIM-മായി വഴിപിരിഞ്ഞ PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് DMK പാർട്ടി ഉണ്ടാക്കി. എന്നാൽ തമിഴ്നാട് DMK അംഗീകരിച്ചില്ല. തുടർന്ന് ഒരു വർഷം മുമ്പ് പുതിയ രാഷ്ട്രീയ നീക്കം നടത്തി തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ കൺവീനറായി. PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ UDF അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി. തിരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പേ വീണ്ടും ഒരു നീക്കവുമായി അൻവർ. ഇനി പുതിയ പാർട്ടി, പുതിയ നീക്കങ്ങൾ. 24 കൊച്ചി. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. വീട് പരിശോധിച്ചതിന്റെ പേരിൽ കൂലിപ്പണിക്കാരനെന്ന് വിളിച്ചതിൽ അഭിമാനമേ ഉള്ളൂ എന്നാണ് കെ രാജന്റെ പ്രതികരണം. വീട്ടിൽ അതിക്രമിച്ചു കയറി വിള്ളൽ പരിശോധിച്ച കെ രാജൻ നൌഫലിനോട് മാപ്പ് പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ആവശ്യപ്പെട്ടു. കൂലിപ്പണിക്കാരെ ആക്ഷേപിച്ച ചാണ്ടി ഉമ്മൻ മാപ്പ് പറയണമെന്ന് AIYF. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ശനിയാഴ്ച മന്ത്രി കെ രാജൻ നേരിട്ട് സന്ദർശനം നടത്തിയത്. പരിശോധനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവും വീട്ടുടമസ്ഥനും രംഗത്ത് വന്നതോടെയാണ് മന്ത്രിയുടെ വിശദീകരണം. യഥാർത്ഥത്തിൽ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഒരു ശ്രിങ്കേജാണ് അവിടെ ഉണ്ടായത്. സ്ട്രക്ചറൽ ക്രാക്ക് അല്ല അവിടെ ഉണ്ടായത് എന്ന് എഞ്ചിനീയർമാർ ഉൾപ്പെടെ പറയുകയും ആ ഘട്ടത്തിലാണ് ആ വീടിനകത്തേക്ക് പോയത്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. വിള്ളലുണ്ടായെന്ന് പരാതി ഉന്നയിച്ച KT നൌഫൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള ആക്രമണം നടത്തരുതെന്നും കെ രാജൻ ആവശ്യപ്പെട്ടു. രാജന്റെ വിശദീകരണം ചോദ്യം ചെയ്ത് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. CMDRF ലഭിച്ച തുകയിൽ ഡിവൈഎഫ്ഐയുടെ 20 കോടി രൂപയില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. CMDRFിലേക്ക് പണം കൈമാറുന്നതായ മോഡൽ ചെക്ക് ഉണ്ടാക്കി ആ മോഡൽ ചെക്ക് സനോജും വസീഫും ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നുണ്ട്. പണം കൈമാറിയെന്ന് ഡിവൈഎഫ്ഐയും പറഞ്ഞു, പണം ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. എന്നാൽ CMDRFിലുള്ള 778 കോടിയിൽ ഡിവൈഎഫ്ഐയുടെ 20 കോടി ഇല്ല എന്നുള്ളതാണ് സനോജ് പുറത്തുവിട്ട രേഖകളിലൂടെ അന്ന് വ്യക്തമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൂലിപ്പണിക്കാരെ ആക്ഷേപിച്ച ചാണ്ടി ഉമ്മൻ മാപ്പ് പറയണമെന്ന് AIYF ആവശ്യപ്പെട്ടു. കൂലിപ്പണിക്കാരൻ എന്നത് ചാണ്ടി ഉമ്മന് പരിഹാസ്യപദമായിരിക്കും. ചാണ്ടി ഉമ്മനെ പോലെ ആശ്രിത നിയമനത്തിൽ MLA ആയ ആളല്ല കെ രാജനെന്നും AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഫേസ്ബുക്ക് പ്രതികരണത്തിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. 24 ബ്രേക്കിംഗ്. UDFന് ഭരണം കിട്ടിയാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട കെ സുധാകരൻ തൽക്കാലം ഇനി പരസ്യ പ്രതികരണത്തിനില്ല. ഫലം വന്ന ശേഷം രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനാണ് കെ സുധാകരന്റെ നീക്കം. അതിനിടെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടുമായി നേതാക്കൾക്കിടയിൽ രഹസ്യ ക്യാമ്പയിനുമായി കെ സുധാകരൻ പക്ഷം സജീവമാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് KC വേണുഗോപാലിനെ എത്തിക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കം നടത്തുകയാണ് കെ സുധാകരൻ MP. രാഹുൽ ഗാന്ധിയെ കാണാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ കെ സുധാകരൻ. മെയ് 4 ജനവിധി അറിഞ്ഞ ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് നിലപാടറിയിക്കും. ദേശീയതലത്തിൽ കേരളത്തിലെ ഭരണം പിടിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. അതിനാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം. ഇതാണ് കെ സുധാകരൻ്റെ നിലപാട്. KCയെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് ദേശീയതലത്തിൽ ഉയർത്തിക്കാണിച്ച് രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കണമെന്നതാണ് സുധാകരൻ പക്ഷത്തിൻ്റെ ക്യാമ്പയിൻ. നേരത്തെ കടുത്ത KC വിരുദ്ധ നിലപാടെടുത്ത കെ സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നൽകാത്ത സംഭവത്തിന് ശേഷം പൊടുന്നനെ നിലപാട് മാറ്റുകയായിരുന്നു. മെയ് 4 ശേഷം കെ സുധാകരൻ കുറേ നേതാക്കളെ KCക്ക് വേണ്ടി പരസ്യമായി അണിനിരത്താനുള്ള അണിയറ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. MPമാരിൽ കൂടുതൽ പേരെ KC മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിൽ അണിനിരത്താനും കെ സുധാകരൻ നീക്കങ്ങൾ ആരംഭിച്ചതായാണ് സൂചന. എന്നാൽ ഇതേ സമയത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിലൊന്നും ഇപ്പോൾ പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ്. രമേശ് ചെന്നിത്തലയും കെ സുധാകരൻ്റെ നീക്കങ്ങളിൽ തുടർ പ്രതികരണങ്ങൾ വേണ്ടെന്ന നിലപാടിലാണ്. ഏതായാലും അപ്രതീക്ഷിതമായാണ് കെ സുധാകരൻ KC പക്ഷത്തേക്ക് മാറിയതും ചടുലമായി നീക്കങ്ങൾ ആരംഭിച്ചതും. അത് കോൺഗ്രസ് നേതൃതലത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടയിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യത്തിനാണ് രൂപം നൽകിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. തിരുവനന്തപുരം
തിരുവനന്തപുരം നെട്ടയത്തെ BJP CPIM സംഘർഷത്തിൽ പോലീസ് നടപടി. BJP കൌൺസിലർമാരും CPIM പ്രവർത്തകരും ഉൾപ്പെടെ 50-ലധികം പേർക്കെതിരെ കേസ്. വട്ടിയൂർക്കാവ് സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധത്തിൽ 100ഓളം പേർക്കെതിരെയും കേസെടുത്തു. സംഘർഷത്തിൽ 6 BJP പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്തു. തത്സമയ റിപ്പോർട്ടിംഗിനിടെ 24 പ്രതിനിധി മേഘന മുരളിയെ കയ്യേറ്റം ചെയ്തതിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയനും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും പ്രതിഷേധമുയർത്തി. ആയുധം ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചുവെന്നാണ് എഫ്ഐആർ. പോലീസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ കണ്ടാലറിയാവുന്ന 15ഓളം BJP പ്രവർത്തകരും 40ഓളം CPIM പ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ട്. BJP പ്രവർത്തകരിൽ ഒരാൾ വട്ടിയൂർക്കാവ് CIയെ മർദ്ദിച്ചതിനും കേസുണ്ട്. CPO ദീപുവിന്റെ തലയിൽ കല്ലുകൊണ്ട് ആക്രമിച്ചതിന് CPIM പ്രവർത്തകനെയും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആയുധം ഉപയോഗിച്ച് മാരകമായി ആക്രമിക്കൽ, അന്യായമായി സംഘടിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ആക്രമിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. വലിയവിള കൌൺസിലർ ഗിരി, കാഞ്ഞിരമ്പാറ കൌൺസിലർ സുമി ബാലു അടക്കമുള്ളവരും പ്രതിപട്ടികയിലുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. 6 BJP പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ BJP പ്രതിഷേധിച്ചു. സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ 24 പ്രതിനിധി മേഘ്ന മുരളിയെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു. തത്സമയ റിപ്പോർട്ടിംഗിനിടെ ഉണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് KUWJ ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നെട്ടയത്തെ BJP CPIM സംഘർഷത്തിൽ പ്രതികരണവുമായി CPIM. സമാധാന അന്തരീക്ഷം തകർക്കാനാണ് BJP RSS ശ്രമമെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി A റഹീം MP. കോർപ്പറേഷൻ ഭരണം കിട്ടിയതിന്റെ ഹുങ്കാണ് BJPക്ക്. റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകയെ പോലും ആക്രമിക്കുന്നു. ജനാധിപത്യ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നും A റഹീം MP. സ്ഥിരം വെടിനിർത്തലിനുള്ള അമേരിക്ക ഇറാൻ ചർച്ച പാളി. വെടിനിർത്തൽ കരാർ പതിവായി അമേരിക്ക ലംഘിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പാക് തലസ്ഥാനം ഇസ്ലാമാബാദിലെ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. അതിനിടെ ഇറാനിയൻ ചരക്ക് കപ്പലിന് നേരെ അമേരിക്കൻ നാവികസേന വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ചർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് പാകിസ്ഥാനിൽ ഏതാണ്ട് പൂർത്തിയായിരുന്നു. എന്നാൽ പങ്കെടുക്കുന്നില്ലെന്ന് ഇറാൻ പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു. അനുഭവങ്ങളിൽ നിന്ന് അമേരിക്ക പാഠം പഠിക്കുന്നില്ലെന്നും മുമ്പ് ചർച്ചകൾക്കിടെ അമേരിക്ക നടത്തിയ ആക്രമണം മറക്കില്ലെന്നുമാണ് ഇറാന്റെ പ്രതികരണം. ചർച്ചയ്ക്ക് തയ്യാറെന്ന് മുമ്പ് ഇറാൻ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഈ സമീപ ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. തൗസ്ക എന്ന ചരക്കുകപ്പൽ ആക്രമിച്ച് അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. കപ്പലിനു നേരെ അമേരിക്കൻ നാവികസേന വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഹോർമുസിന്റെ നിയന്ത്രണം ഉപേക്ഷിക്കില്ലെന്നും ഇറാൻ പ്രതികരിച്ചു. മറ്റന്നാൾ വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത ഇന്ത്യയും ദക്ഷിണ കൊറിയയും. സംയുക്ത പ്രസ്താവനയിലാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഹ്വാനം. AI, കപ്പൽ നിർമ്മാണം, പ്രതിരോധം, സാമ്പത്തികം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ-മിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനായുള്ള ആഹ്വാനം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളും സമാധാനത്തിനുള്ള സന്ദേശം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണ കൊറിയയും ഇന്ത്യയും സമാധാനത്തിനായി നിലകൊള്ളുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. वैश्विक तनाव के इस दौर में भारत और कोरिया मिलकर शांति और स्थिरता का संदेश देते हैं. हम अपने साझा प्रयासों से एक पीसफुल, प्रोग्रेसिव और इंक्लूसिव इंडो पैसिफिक के लिए योगदान देते रहेंगे. ഇരു രാജ്യങ്ങളും വിവിധ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചു. AI, കപ്പൽ നിർമ്മാണം, പ്രതിരോധം, സാമ്പത്തികം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരിക്കുമെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള വ്യാപാര ബന്ധം $27 ബില്യൺ എത്തിയെന്ന് നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. ഇന്ന് രാവിലെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. സ്വീകരണത്തിന് ശേഷം രാജ്ഘട്ടിലെത്തി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. 24 ഡൽഹി. പാലക്കാട് കിഴക്കഞ്ചേരി മമ്പാട്ടിൽ തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. മമ്പാട് സ്കൂളിന് മുന്നിൽ വെച്ച് തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. കിഴക്കഞ്ചേരി സ്വദേശി നാരായണൻ, മാധവി രാജു, ബൈക്ക് യാത്രികൻ പ്രദീപൻ എന്നിവർക്കാണ് കടിയേറ്റത്. വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു.
റോഡ് സൈഡ് ഒരു വളവ് തിരിയേണ്ട സമയത്ത് വണ്ടിയുടെ വേഗത കുറഞ്ഞ സമയത്ത് അവിടെ നിൽക്കുന്ന ഒരു ചെറിയൊരു പട്ടിയാണ് അത് കയറി കടിക്കുകയാണ് ചെയ്തു. പേപ്പട്ടീൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചില്ല. സാധാരണ ഒരു തെരുവനായിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നുള്ളത്. ശസ്ത്രക്രിയാ പിഴവുകൾ തുടർക്കഥയായതോടെ മാർഗരേഖയുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ്. ശസ്ത്രക്രിയാ വിവരങ്ങൾ രേഖപ്പെടുത്തിയ റിസ്റ്റ് ബാൻഡ് രോഗികളെ ധരിപ്പിക്കണം. ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണം. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും മാർഗരേഖയിൽ നിർദ്ദേശമുണ്ട്. ശസ്ത്രക്രിയാ പിഴവുകളുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമുള്ള ഉത്തരവാദിത്വങ്ങളിൽ വ്യക്തത വരുത്തുന്നതാണ് പുതിയ മാർഗനിർദ്ദേശം. ശസ്ത്രക്രിയ നടത്തുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണം. ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി സ്കിൻ മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കണക്കെടുപ്പ് നടത്തണം. ചെക്ക് ലിസ്റ്റ് മേധാവിക്ക് കൈമാറണം. നശിപ്പിക്കുന്ന വസ്തുക്കളുടെയും കണക്ക് സൂക്ഷിക്കണമെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നതിനു മുൻപ് വാർഡിലെ ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, യൂണിറ്റ്, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കണം. ഇവ ക്രോസ് ചെക്ക് ചെയ്യണം. രോഗിയെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റിലെ നഴ്സ് ഇൻചാർജും വാർഡിലെ ഡോക്ടറും ചേർന്ന് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് രൂപീകരിച്ച് ഒപ്പിടണം. ഓപ്പറേഷൻ തിയേറ്ററിൽ ചുമതലയുള്ള നഴ്സിംഗ് ഓഫീസർ ഇത് വായിച്ച് വ്യക്തത വരുത്തി ഒപ്പിടണം. അതിനുശേഷമേ രോഗിയെ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിക്കാവൂ. കൂടാതെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി രോഗികളുടെ ബന്ധുക്കൾക്ക് വിശദീകരിച്ച് നൽകണമെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങളാണ് ഇവയിൽ പലതും. പിഴവുണ്ടായാൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാകില്ലെന്നും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടു കുടുംബം. ലോണാപ്പുകാർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അധ്യാപകർ നിതിനെ കൂട്ടം ചേർന്ന് വിചാരണ ചെയ്തെന്ന് പിതാവ് രാജൻ. നിതിന്റെ മരണത്തിൽ പ്രിൻസിപ്പലിനെയും പ്രതി ചേർക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. എന്തൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും, ഏത് രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അവസാനം വരെ ഈ അച്ഛൻ അതിനുവേണ്ടി ഇറങ്ങും. റാമിനെയും സംഗീതയെയും കേരള പോലീസ് എന്ന് പറയുമ്പോൾ എന്ത് കുറ്റം ചെയ്തവരെയും ഓൾറെഡി അപ്പോൾ പിടിക്കുന്ന ഒരു ഘട്ടമാണല്ലോ. പക്ഷേ അതിലൊരു വീഴ്ച വരാതെ ഇനി എത്രയും പെട്ടെന്ന് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എൻ്റെ അറിവോടുകൂടി ലോണാപ്പെടുത്ത് അമ്മയുടെ ചികിത്സാർത്ഥ ലോണാപ്പ് മുടങ്ങി. അത് ഞങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരായിരുന്നു. പക്ഷേ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോൾ പോലും വന്നിട്ടുമില്ല. അപ്പോൾ അവർ ആത്മഹത്യ പ്രേരണയിലേക്ക് തന്നെയാണ് എൻ്റെ മോനെ അവർ തള്ളിവിട്ടത്. അതെ, കാരണം അദ്ദേഹത്തിന് ഒന്നും വ്യക്തതയല്ലല്ലോ. 2-2.5 മാസത്തിനകത്തെ ആയുള്ളൂ അവിടെ നിയമനം നടത്തിയിട്ട്. ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.